ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സമചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിന് ചുറ്റും പുറത്തുകൂടി 2 മീറ്റർ വീതിയിൽ ഒരു പാത വെട്ടിയിരിക്കുന്നു. ഇതാണ് സമചതുരാകൃതിയുള്ള ഒരു തോട്ടം, അതിന്റെ ചുറ്റും ഒരു പാത വെട്ടിയിരിക്കുകയാണ്. 2 മീറ്റർ വീതിയിൽ ഒരു പാത വെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇതാണ് സമചതുരാകൃതിയുള്ള തോട്ടം, അതിന്റെ ചുറ്റും 2 മീറ്റർ വീതിയിൽ ഒരു പാത വെട്ടിയിരിക്കുകയാണ്. ഈ പാതയുടെ മാത്രം പരപ്പളവ് 116 ചതുരശ്ര മീറ്റർ ആണ്. ഈ പാതയുടെ ഇതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞത്, ഇതിന്റെ പാതയുടെ പരപ്പളവ് എന്ന് പറഞ്ഞത് 116 ചതുരശ്ര മീറ്റർ ആണ്. അപ്പൊ ഈ പാതയുടെ പരപ്പളവ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യാം? ഈ വലിയ സമചതുരത്തിന്റെ പരപ്പളവിൽ നിന്ന് ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് മൈനസ് ചെയ്യാം. അതായത് വലിയ സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് ചെറിയ സ്ക്വയറിന്റെ ഏരിയ മൈനസ് ചെയ്താലാണ് നമുക്ക് ഇവിടത്തെ ഏരിയ ഓഫ് ദ റീജിയൻ, അതായത് ഈ പാതയുടെ എന്ത് കിട്ടുക? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കിട്ടുക. ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഇവര് തന്നിരിക്കുന്നത് ഇതൊരു തോട്ടാണ്. ഈ തോട്ടത്തിന്റെ ചുറ്റും 2 മീറ്റർ വീതിയിൽ, ഇപ്പൊ ഇങ്ങോട്ട് 2 മീറ്റർ വേണം, ഇങ്ങോട്ട് 2 മീറ്റർ വേണം, അപ്പൊ വീതിയിൽ ഒരു പാത വെട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പാതയുടെ പരപ്പളവാണ് 116 ചതുരശ്ര മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തോട്ടത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? തോട്ടത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ തോട്ടത്തിന്റെ ഒരു വശത്തിന്റെ നീളത്തെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഇനി ഇവിടുന്ന് 2 മീറ്റർ നീളം വീതിയാണ്, ഇവിടുന്ന് 2 മീറ്റർ വീതിയാണ്. അപ്പൊ മൊത്തം 2ഉം 2 എത്രയാ? 4. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നീളം എത്രയാ? എക്സ് പ്ലസ് 4. ഇവിടെ തൊട്ട് ഇവിടെ വരെ എക്സ്, ഇവിടുന്ന് 2 മീറ്റർ, ഇവിടുന്ന് 2 മീറ്റർ. അപ്പൊ ഈ എക്സിന്റെ ഒപ്പം ഈ 4 മീറ്റർ കൂട്ടണ്ടേ? അപ്പൊ ഈ പുറത്ത് കിടക്കുന്ന ഇത്രയും നീളത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 ആണ്. ഇനി എക്സ് പ്ലസ് 4 സ്ക്വയറിൽ നിന്നും എക്സ് സ്ക്വയർ മൈനസ് ചെയ്താലാണ് നമുക്ക് ഏത് കിട്ടുക? ഈ പാതയുടെ പരപ്പളവ് കിട്ടുക അല്ലെ? സമചതുരത്തിന്റെ പരപ്പളവ് പറഞ്ഞാൽ വശം ഇൻറ്റു വശമാണ്. അപ്പൊ ഇത് എക്സ് പ്ലസ് 4 ആണെങ്കിൽ ഇതും എക്സ് പ്ലസ് 4 ആണ്. അപ്പൊ എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 4 എന്താ? എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ മൈനസ് ഇതിന്റെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എക്സ് ആണെങ്കിൽ എല്ലാ വശത്തിന്റെ നീളം എന്താ? എക്സ്. അപ്പൊ വശം ഇൻറ്റു വശം അതും, അപ്പൊ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയറിൽ നിന്നും എക്സ് സ്ക്വയർ മൈനസ് ചെയ്താലാണ് നമുക്ക് 116 കിട്ടുക. ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഇതൊരു ഇതൊരു തോട്ടാണ്. ആ തോട്ടത്തിന്റെ ലെങ്ത് ആണ്, നീളാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 2 മീറ്റർ വീതിയിൽ ഒരു പാത വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സമചതുരായി, ഇവിടെ ഒരു സമചതുരായി. അപ്പൊ നമ്മൾ ഈ വലിയ സമചതുരത്തിന്റെ പരപ്പളവിൽ നിന്നും ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പാതയുടെ പരപ്പളവ് കിട്ടുക. അതായത് വലിയ സ്ക്വയറിന്റെ ഏരിയയിൽ നിന്നും ചെറിയ സ്ക്വയറിന്റെ ഏരിയ മൈനസ് ചെയ്താലാണ് നമുക്ക് ഏരിയ ഓഫ് ദ റീജിയൻ, ഈ ചെറിയ ഏരിയ ഓഫ് ദ പാത്ത് കിട്ടുക. അപ്പൊ നമ്മള് ഇവിടെ തോട്ടത്തിന്റെ ലെങ്ത് നീളം എന്ന് പറഞ്ഞത് അറിയില്ല, അതാണ് കണ്ടുപിടിക്കുന്നത്. എക്സ് ആയിട്ട് എടുത്തു. ഇവിടെ തൊട്ട് ഇവിടെ വരെ 2 മീറ്റർ വീതിയുണ്ട്, ഇവിടെ തൊട്ട് ഇവിടെ വരെ 2 മീറ്റർ വീതിയുണ്ട്. അപ്പൊ മൊത്തം എത്ര? എക്സ് പ്ലസ് 4. ഇനി ഇതിന്റെ ഏരിയയിൽ നിന്ന്, ഇതിന്റെ പരപ്പളവിൽ നിന്നും ഈ ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് മൈനസ് ചെയ്യണം. അപ്പൊ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സമം 116 തന്നിട്ടുണ്ട്. ഇനി എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മോഡലല്ലേ? അതെന്താ ഫോർമുല? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4 ഇൻറ്റു, അതായത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4 പ്ലസ് 4 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 160. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമുലയിൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, ആ ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4 8x പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 160. ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വെട്ടിപ്പോയി. 8x പ്ലസ് 16 ഈക്വൽ ടു 160. 8x ഈക്വൽ ടു 160 പ്ലസ് 16 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 60. 8x ഈക്വൽ ടു 160 16 മൈനസ് ചെയ്ത് എത്രയാ? 100. 8x ഈക്വൽ ടു 100, x ഈക്വൽ ടു 100. ഈ 8 ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 8. 100നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12.5 മീറ്റർ ആണ് ഒരു വശത്തിന്റെ നീളം. മനസ്സിലായി? അപ്പോൾ ഒരു വശത്തിന്റെ നീളം എക്സ് ആണ്, അത് എത്രയാണ്? നമുക്ക് 12.5 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഒരു മട്ട ത്രികോണത്തിന്റെ ഏറ്റവും ചെറിയ വശത്തിന്റെ
2 മടങ്ങിൽ നിന്നും 1 സെന്റിമീറ്റർ കുറച്ചതാണ് അതിന് ലംബമായ വശം. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ ഏറ്റവും ചെറിയ വശത്തിന്റെ ഏറ്റവും ചെറിയ വശം ഏതാന്ന് നമുക്കറിയില്ല, അതിന് x ആയിട്ട്. ഈ ലംബത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? ഈ ചെറിയ വശത്തിന്റെ 2 മടങ്ങിൽ നിന്നും 1 കുറച്ചതാണ് ലംബം. ഒന്നുകൂടി ശ്രദ്ധിക്കാം. മട്ടത്രികോണത്തിന്റെ ചെറിയ വശത്തെ നമ്മൾ x ആയിട്ട്, അതിന്റെ 2 മടങ്ങിൽ നിന്നും, അതായത് 2x, അതിൽ നിന്ന് 1 കുറച്ചതാണ് ലംബം. ആ ഒരു കർണം എന്താ പറയുന്നത്? ചെറിയ വശത്തിന്റെ 2 മടങ്ങിൽ കൂടി 1 കൂട്ടിയതാണ് കർണം. അപ്പൊ ചെറിയ വശം x, അതിന്റെ 2 മടങ്ങ് പറഞ്ഞ 2x, അതിൽ കൂടെ 1 കൂട്ടിയതാണ് കർണം. അപ്പൊ ഇത് എന്ന് പറഞ്ഞ പാദം, ഇത് എന്ന് പറഞ്ഞ ലംബം, ഇത് എന്ന് പറഞ്ഞ കർണം. അതായത് എന്താ പറയാ, ബേസ്, ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടനൂസ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു മട്ടത്രികോണത്തിന്റെ ഏറ്റവും ചെറിയ വശത്തിന്റെ 2 മടങ്ങിൽ നിന്നും 1 സെന്റിമീറ്റർ കുറച്ചതാണ് അതിന് ലംബമായ വശം. 2 മടങ്ങിനോട് 1 സെന്റിമീറ്റർ കൂട്ടിയതാണ് കർണം. ചെറിയ വശം x എന്നെടുത്താൽ അതിന് ലംബമായ വശവും കർണവും x ഉപയോഗിച്ച് എഴുതുക. മട്ടത്രികോണത്തിന്റെ വശങ്ങൾ കണക്കാക്കുക. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ ഏറ്റവും ചെറിയ വശമാണ് x, അതിന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x, അതിൽ നിന്ന് 1 കുറച്ചതാണ് എന്ത്? ലംബം. അപ്പൊ 2x - 1 ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്. ഇനി കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനൂസ് എന്ന് പറഞ്ഞാൽ ചെറിയ വശം എന്ന് പറഞ്ഞ x, അതിന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x, അതിൽ കൂടെ 1 കൂട്ടിയതാണ് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനൂസ്. ഇനി നമ്മൾ ഇതിന്റെ 3 എണ്ണത്തിന്റെയും വശങ്ങൾ, സൈഡ്സ് കണ്ടുപിടിക്കും. അതിന് നമ്മൾ പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം എന്നാ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ചെറിയ വശത്തിന്റെ സ്ക്വയർ, അതായത് x² + 2x - 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആണ് എന്ത്? 2x + 1 ഹോൾ സ്ക്വയർ. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ, അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനൂസ് സ്ക്വയർ. അത് നമ്മളിവിടെ എഴുതും. അതായത് ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറഞ്ഞത് x² + 2x - 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു കർണം എത്രയാ? 2x + 1 ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യും. x² പ്ലസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. 2x - 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a - b ഹോൾ സ്ക്വയർ, ആ മോഡൽ. അതായത് a² - 2ab + b². ഇപ്പൊ 2x ഹോൾ സ്ക്വയർ മൈനസ് 2 × 2x × 1 + 1 സ്ക്വയർ. ഇത്രയും ഇവിടെ കഴിഞ്ഞു. ഈക്വൽ ടു, ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. 2x² + 2 × 2x × 1 + 1 സ്ക്വയർ. ഇനി x² + 2x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x × 2x 4x² മൈനസ് 2 × 2x × 1 4x പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ടു 2x² എന്ന് പറഞ്ഞാൽ 4x² പ്ലസ് 2 × 2x × 1 4x പ്ലസ് 1. ഇനി ഒരു x² 4x² കൂടി ആഡ് ചെയ്തപ്പോൾ 5x² മൈനസ് 4x + 1 ഈക്വൽ ടു 4x² + 4x + 1. ഇതിനെല്ലാത്തിനും ഈക്വൽ ടു പുറത്തേക്ക് കൊണ്ടുവരും. 5x² മൈനസ് 4x + 1 അങ്ങനെ തന്നെ എഴുതി. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഈക്വൽ ടു പുറത്തേക്ക് വരുമ്പോൾ സൈൻ മാറും. അപ്പോൾ -4x² - 4x - 1 ഈക്വൽ ടു 0. +1 -1 വെട്ടിപ്പോയി. ഇനി 5x² -4x² കുറച്ച് കഴിഞ്ഞാൽ x², -4x -4x സെയിം സൈനാണ് ആഡ് ചെയ്ത -8x ഈക്വൽ ടു 0. ഇനി ഇതിന് കോമൺ ആയിട്ട് x ഔട്ട് സൈഡ് എടുത്തു. x × x - 8 ഈക്വൽ ടു 0. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ x ഈക്വൽ ടു 0, x - 8 ഈക്വൽ ടു 0, x ഈക്വൽ ടു 8. x എന്ന് പറഞ്ഞതാണ് ഏറ്റവും ചെറിയ വശം. ഇനി ഇതിന്റെ രണ്ടിന്റെ വശങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു വശം കിട്ടി, x ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ഇനി ഇത് കണ്ടുപിടിക്കാൻ 2 × 8, എക്സിന്റെ സ്ഥാനത്ത് 8 കൊടുക്കാം. 2 × 8 - 1, 2 × 8 16 - 1 ഈക്വൽ ടു 15. ഇനി അടുത്ത് ഇവിടെ കൊടുക്കുക 2x + 1 2 × എക്സിന്റെ സ്ഥാനത്ത് 8 കൊടുക്കുക. 2 × 8 + 1 ഈക്വൽ ടു 16 + 1 ഈക്വൽ ടു 17 സെന്റിമീറ്റർ. അപ്പോൾ ഈ മട്ടത്രികോണത്തിന്റെ അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിളിന്റെ കുട്ടി 8 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ, 17 സെന്റിമീറ്റർ. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഒരു മട്ടത്രികോണത്തിന്റെ ഏറ്റവും ചെറിയ വശത്തിനെ നമ്മൾ x ആയിട്ട് എടുത്തു. അതിന്റെ ലംബം എന്ന് പറഞ്ഞത് ഈ ചെറിയ വശത്തിന്റെ 2 മടങ്ങിൽ നിന്ന് 1 കുറച്ചതാണ്.
വലിയ വശം, അതായത് കർണം എന്ന് പറഞ്ഞത് ചെറിയ വശത്തിൻ്റെ 2 മടങ്ങിൽ കൂടി 1 കൂട്ടിയതാണ്. അപ്പം നമ്മൾ പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം ബേസ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ അതിവിടെ എഴുതി. എന്നിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ അളവുകളെല്ലാം കിട്ടി. മനസ്സിലായല്ലോ? തേർഡ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെയും അതിന്റെ വിക്രമത്തിന്റെയും തുക 1/2 ആകുമോ എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു സംഖ്യ, ആ സംഖ്യയെ നമുക്ക് അറിയില്ല, അത് എക്സ് ആയിട്ട് എടുത്തു. അതിന്റെ വിക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x ആണ്. അത് രണ്ടും കൂടി തുക എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യുക, സമ്മ്. അപ്പൊ x + 1/x = 1/2 ആണോ എന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു സംഖ്യ അതിനെ എക്സ് ആയിട്ട് എടുത്തു, അതിന്റെ വിക്രമം 1/x ആണ്. അത് രണ്ടും കൂടി തുക എന്ന് പറഞ്ഞാൽ x + 1/x = 1/2. ഇനി x + 1/x = ഇതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കണം. 2 × 1 3, 3 + 1 2 × 1 2, 2 + 1 3, 3/2. ഇനി ഇതിനെ ചെയ്യുമ്പോൾ x × x x² + 1/x = 3/2. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × x² + 1 = 3 × x എന്ന് കിട്ടി. 2 × x², 2x² + 2 × 1 2 = 3x. ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 2x² - 3x + 2 = 0. ഇപ്പോൾ ഇവിടെ രണ്ടാം ഡിഗ്രി സമവാക്യം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി. ഇതിനെ നമ്മൾ -b ± വെച്ച് ചെയ്യാം. അപ്പൊ a = x² മുന്നിലുള്ളതാണ് a, b = x മുന്നിലുള്ളത് -3, c = 2. ഇനി ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർമുല എന്താ? x = -b ± √b² - 4ac/2a മൈനസ് അങ്ങനെ തന്നെ എഴുതി, ബിയുടെ വാല്യൂ -3 അങ്ങനെ തന്നെ എഴുതി, +or - √b² എന്ന് പറഞ്ഞാൽ -3² -4 × a എന്ന് പറഞ്ഞാൽ എന്താ? 2 × c എന്ന് പറഞ്ഞാൽ 2/2 × 2 മൈനസ് +3 +or - -3² എന്ന് പറഞ്ഞാൽ 9 -4 × 2 8 × 2 16/2 × 2 4 = 3 +or - ഇവിടെ 9 16 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 16 9 കുറച്ചപ്പോൾ 7, വലുതിന്റെ സൈൻ -7/4. നമുക്ക് ഈ √-7 വർഗ്ഗമൂലം കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് x + 1/x ചെയ്യുമ്പോൾ എന്ത് കിട്ടില്ല? 1/2 കിട്ടില്ല. അതാണ് കാരണം റൂട്ടിന്റെ വർഗ്ഗമൂലം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സംഖ്യയും ആ സംഖ്യയുടെ വിക്രമം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1/2 കിട്ടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്തപ്പോൾ എന്തല്ല കിട്ടിയില്ല. മനസ്സിലായല്ലോ? ഒരു അതിസംഖ്യയിൽ നിന്നും അതിന്റെ വിക്രമം കുറച്ചപ്പോൾ 1/2 കിട്ടി. സംഖ്യ അതിസംഖ്യ പോസിറ്റീവ് സംഖ്യ. പോസിറ്റീവ് സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം. അതിൽ നിന്നും അതിന്റെ വിക്രമം എന്ന് പറഞ്ഞ റെസിപ്രോക്കൽ 1/x അത് കുറച്ചപ്പോൾ നമുക്ക് 1/2 കിട്ടി. സംഖ്യ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കും. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഒരു സംഖ്യയുടെ നമ്പർ, അതിന്റെ വിക്രമം അതായത് റെസിപ്രോക്കൽ, അതിൽ നിന്ന് അതായത് ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് ആയിട്ട് എടുത്തു. അതിൽ നിന്നും അതിന്റെ വിക്രമം അതായത് റെസിപ്രോക്കൽ 1/x കുറച്ചപ്പോൾ നമുക്ക് 1/2 കിട്ടി. സംഖ്യയാണ് കണ്ടുപിടിക്കുന്നത്, നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ x - 1/x = 1/2. ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, ഇംപ്രോപ്പർ ആക്കണം. നേരത്തെ ചെയ്ത അതേ പോലത്തെ പ്രോബ്ലം, പക്ഷെ അത് കിട്ടിയില്ല. അതെന്തുകൊണ്ടാ? അതിവിടെ മൈനസിന് വരെ പ്ലസ് ആയിരുന്നു. 2 × 1 2, 2 + 1 3, 3/2. x × x x² - 1/x = 3/2. ഇനി ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × x² - 1 = 3 × x 3x. 2 × x², 2x² - 2 × 1 2 = 3x. ഈ +3x ന്റെ പ്രതിക്ക് പോകുമ്പോൾ -3x = 0. അതായത് 2x² - 3x - 2 = 0. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ -b ± √b² - 4ac/2a എന്ന് പറഞ്ഞ ഫോർമുലയിൽ ഈ എയും ബിയും സിയും, എ എന്ന് പറഞ്ഞാൽ 2, ബി എന്ന് പറഞ്ഞാൽ -3, സി എന്ന് പറഞ്ഞാൽ -2, ഈ വാല്യൂസ് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നേരത്തെ ചെയ്ത അതേപോലെ.
അതായത് മൈനസ് ബിയുടെ സ്ഥാനത്ത് -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ഓർ -3 സ്ക്വയർ മൈനസ് 4 × 2 × -2 ബൈ 2 × 2. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവും, +3 ആവും. 3 പ്ലസ് ഓർ മൈനസ് -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, മൈനസ് മൈനസ് എന്താവും പ്ലസ് 4 × 2 8, 8 × 2 16 by 2 × 2 4, 3 plus or minus 9 plus 16 25 by 4, 3 plus or minus 25ന്റെ റൂട്ട് എത്രയാ 5 by 4. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 3 plus 5 by 4 വരും, 3 minus 5 by 4 വരും. നമുക്ക് പോസിറ്റീവ് വാല്യൂ വേണ്ടുള്ളൂ, അപ്പോൾ നമ്മൾ പ്ലസ് എടുത്തു. 3 plus 5 by 4 equal to 8 by 4. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. സംഖ്യ എന്താ 2. എക്സിന്റെ വാല്യൂ 2 കിട്ടും, സംഖ്യ ഏതാ 2. മനസ്സിലായല്ലോ? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഈ 4 പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം എല്ലാവരും. ഇനി നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പ് പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.